മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും ഇച്ചുമോളും കൂടെ കറങ്ങാൻ പോവാട്ടാ. ഇന്ന് വെറുതെ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ അധികം ചൂടില്ലാത്തൊരു ക്ലൈമറ്റ് ആണല്ലോ, അപ്പം അധികം കണ്ട മുടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കണ കണ്ട. റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് ഞങ്ങളുടെ വില്ലയുടെ ഫ്രണ്ട് വ്യൂ കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്താട്ടോ, പക്ഷെ നടന്നില്ല. ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞു കേട്ടോ. അപ്പം അത് കാരണം അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനധികം ചൂടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അങ്ങനെ സ്ട്രോളറിനെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് അധികം ദൂരമില്ല. അപ്പം മെട്രോ എത്തിയിട്ട് അവിടെ നിന്ന് മെട്രോ പിടിച്ച് യൂണിയനിൽ ഇറങ്ങിയിട്ട് മാറി കയറണം. ഇതാ അവിടെ കണ്ടില്ലേ ഒരു പോലീസ് കാറ്, അതിൻ്റെ നേരെ കാണുന്നതാണ് കേട്ടോ നമുക്ക് ക്രോസ് ചെയ്യേണ്ട സിഗ്നൽ. അപ്പം ഞാനും ഇച്ചും കൂടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ തണലത്ത് വന്ന് നിൽക്കുക കേട്ടോ. കുറച്ച് ചൂടുണ്ടല്ലോ, അപ്പം ഞാനും അവളും കൂടെ അവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ സിഗ്നലിൻ്റെ അവിടെ എത്തി, അത് ക്രോസ് ചെയ്തു, വീണ്ടും നടന്ന് നമ്മളങ്ങനെ ഫൈനലി അബുഹേൽ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലിഫ്റ്റ് കയറി. ലിഫ്റ്റാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യാറ് കേട്ടോ, കാരണം ഇവളെ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ലിഫ്റ്റാണ്. കാരണം എസ്കലേറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൾ പിന്നെ കയറി ഇറങ്ങുക പോക്ക് നടക്കില്ല. എൻ്റെ കയ്യിൽ പിന്നെ ഓൾറെഡി നോൾ കാർഡ് ഉള്ളത് കൊണ്ട് എനിക്ക് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ ടോപ്പപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്നാലോന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി. ഈ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിൽ കയറി നമുക്ക് ഇനി യൂണിയനിൽ ഇറങ്ങി വേറെ ട്രെയിൻ മാറി കയറണം. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറി. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അവിടുന്ന് കയറിയപ്പോൾ മുതൽ വെച്ച് ഭയങ്കര ആലോചനയാട്ടോ. എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. എന്തോ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അവൾ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ദുബായ് മ്യൂസിയം. المحطة الأخيرة لهذا القطار هي إكسبو 2020. المحطة القادمة هي برج خليفة دبي مول. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ദുബായ് മോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് എനിക്ക് അവളേനെ വെച്ചിട്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. ഒരുപാട് പേര് ചോദിക്കുക എങ്ങനെയാണ് അവളേനെ വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണേ, നിങ്ങൾ രണ്ടുപേരും തനിയെ എങ്ങനെയാണ് പോകുന്നതെന്ന്. എനിക്ക് പണ്ട് മുതലേ ഞാൻ ഞാൻ ഒറ്റയ്ക്ക്, അവൾ ഉണ്ടാവുന്നതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകും. എനിക്കങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ തീരെ ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ ദുബായ് മോൾ എത്തി. ഇതുവരെയുള്ള നടത്തം ഒരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള നടത്തം അതിനെക്കാട്ടിലും വലിയ ടാസ്ക്കാണ്. അയ്യോ, അതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ദുബായ് മോൾ വരുമ്പോൾ. പ്രത്യേകിച്ചും മെട്രോ കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അതൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ അതേ കണ്ട ഒരു സ്പൈഡറിൻ്റെ മോഡലൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോന്നും കണ്ട് നടക്കുമ്പോൾ നമുക്ക് പക്ഷെ അറിയില്ല, ക്ഷീണം അറിയില്ല. എനിക്ക് പക്ഷേ ഇതിൻ്റെയൊക്കെ കണ്ണു പോകുന്നത് ഓരോ ഷോപ്പുകളിലേക്ക് കേട്ടോ. എന്ത് രസം ഓരോ ഐറ്റംസ് കാണാനായിട്ട്, പക്ഷെ ഭയങ്കര പ്രൈസിയാണ്. ഇവളിതെന്താ കാര്യമായിട്ട് നോക്കി ചിരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ. ഇതേ നോക്കിയാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് അത് നേരിട്ട് കാണുന്ന. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എന്ത് സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നത് നോക്കിയേ. എന്നിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് എന്താ ഇതിൻ്റെ പേരെന്ന് നോക്കും. ഐസ് ഡാൻസ് എന്നാട്ടോ അതിൻ്റെ പേര്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഒരു ഫോട്ടോ ഗാലറി, എന്തോരം പെയിൻറ്റിങ്സും ഫോട്ടോസൊക്കെയാണ് വെച്ചേക്കണേന്നൊക്കെ തോന്നും പെട്ടെന്ന്. അങ്ങനെ നമ്മളത് കയറി പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിപ്പോയി. നമ്മുടെ വാഷ്റൂമാണ് കേട്ടോ, റെസ്റ്റ് റൂം. എന്ത് രസമാണെന്നറിയോ അതിൻ്റെയൊക്കെ ഓരോ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാനായിട്ട്. ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ നോക്കിയിരുന്നു എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ അത്രയും രസമായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. മോൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അവൾ പിന്നെ അവിടെ അങ്ങോട്ട് അർമാദിക്കലായിരുന്നു. അവിടെ അങ്ങ് കിടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓട്ടം ചാട്ടം ബഹളം കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അവളുടെ ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾ ഓരോ പിക്ചേഴ്സ് മാറി 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 നോക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയത്.
ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ എന്നെ ആരും ചീത്ത പറയരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൾക്കില്ലേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ മേടിച്ചു കൊടുക്കാറില്ല, ആരെക്കൊണ്ടും വാങ്ങിച്ചു കൊടുക്കാനും സമ്മതിക്കാറില്ല കേട്ടോ. പക്ഷേ അവൾ ആ റെസ്റ്റ് റൂമിലിരിക്കുന്ന സമയത്ത് ഒരു അറബ് ലേഡി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ചീറ്റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ച് ഇവൾ വാങ്ങിച്ച് അവരങ്ങനെ ഒരു പാക്കറ്റ് അങ്ങനെ അവൾക്ക് കൊടുത്തു. അടുത്ത ഞങ്ങൾ വാട്ടർഫോൾ കാണാനായിട്ടാണ് പോയത്. അയ്യോ, ഇവിടേക്ക് എത്താൻ തന്നെ കുറച്ച് പാടായിരുന്നു, വഴിയൊക്കെ തെറ്റി ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ അത് നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പുകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഹലോവിൻ തീമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നടന്ന് നടന്ന് ഞാനൊരു വഴിയായി. സ്ട്രോളറിലുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. അല്ലെങ്കിൽ ദുബായ് മോളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു സ്ട്രോളർ, കുട്ടികൾക്കുള്ള സ്ട്രോളർ അവിടെ നിന്ന് കിട്ടും തോന്നുന്നുണ്ട്. ഞാനിതുപോലെ മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ദുബായ് മോളിൻ്റെ ആ ഏരിയ ഫുൾ കംപ്ലീറ്റ് ആ ഒരു വ്യൂ കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡലാണിത്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. മെട്രോ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഷിപ്പ്, ഹെലികോപ്റ്റേഴ്സ്, ജെറ്റ് എയർവേസ്. അയ്യോ, ഇത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസം കേട്ടോ. ഇത് വീഡിയോയിൽ എത്ര വിസിബിൾ ആവുമെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ഒരു സിംഹത്തിൻ്റെ മടയിലെത്തി എന്ന് പറഞ്ഞ പോലെ ഫുഡ് കോർട്ടിലെത്തി കേട്ടോ. ഇതുവരെ വന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ കയറാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഫുഡ് കോർട്ടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ചുമ്മാ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കേട്ടോ. സ്പൈസി അല്ല, നോർമലാണ് വാങ്ങിച്ചത്. അത് കാരണം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് സ്പൈസിയാണ് ഇഷ്ടം. ഇവളാണെങ്കിൽ കാര്യമായിട്ട് അപ്പുറത്തെ ടേബിളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 3 ചേട്ടന്മാരവിടെ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ചേട്ടന്മാരെയും ചേച്ചിമാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി അക്വേറിയം കാണാൻ ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. എൻ്റെ ഫോണിലെ ബാറ്ററി തീർന്നു പോയി. പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫോണിലാണ് ഞാൻ എടുക്കുന്നത്, ഫോൺ ക്യാമറയിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. സോ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.